എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം ഇത്രയധികം താഴേക്ക് പോകാൻ കാരണം? അവരുടെ തോൽവിക്ക് കാരണം എന്തായിരിക്കും? എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ആലത്തൂർ മണ്ഡലം, പാലക്കാട് മണ്ഡലം, ഏത് മണ്ഡലം എടുത്താലും ഇടതുപക്ഷത്തിന്റെ വോട്ട് കുത്തനെ കുറഞ്ഞു. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. നിങ്ങൾക്കും ചെറിയൊരു വലതുപക്ഷ ചായവില്ല. ഇനി കുറ്റമല്ല, എന്റെ പടലേക്ക് കെട്ടിവെച്ചോ. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷ ഭരണം ഏറ്റവും നന്നായി തന്നെയായിരുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇപ്രാവശ്യം അതെ നല്ല രീതിയിൽ തന്നെയാണ് ഭരണം നടക്കുന്നത്. ന്യൂ ജനറേഷന് അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ മീഡിയയെ താല്പര്യരായിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്തായാലും ഇടതുപക്ഷ വിരുദ്ധത അത് വരും. ഓ അങ്ങനെയാണല്ലേ, അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും കോർപ്പറേറ്റ് താല്പര്യരാണ്. അപ്പോൾ കോർപ്പറേറ്റിന്റെ ആവശ്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനത്തെ വാർത്തകൾ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. മാന്യനായ ജനങ്ങളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാണോ? ജനസമ്പർക്കം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ബസ് 1.5 കോടി രൂപയ്ക്ക് ബസ്സൊക്കെ വാങ്ങി, ലിഫ്റ്റൊക്കെ ബസ് വാങ്ങി ഇറങ്ങിയാലോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതിന് എന്ത് പരിഹാരമാണ് അതിന് കണ്ടത്? വില്ലേജ് അതല്ല പറയണേക്കോ, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ലിസ്റ്റ് വിട്ടു. മുഖ്യമന്ത്രിയുടെ മാതിരി വാക്കിലോല് പറയണത് കേൾക്കാതെ അഭിപ്രായം പറയരുത്. ഞങ്ങൾ കൂടി പറയട്ടെ, ഞങ്ങൾക്ക് പറയല്ലേ, ഞങ്ങൾ പറയട്ടെ. പിന്നല്ലാതെ നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അങ്ങനെ ജനസമ്പർക്കം പരിപാടി എന്ന് പറഞ്ഞിട്ട് എന്റെ പുതിയാപ്പിളയും മക്കളും വരുന്ന മാതിരി വന്ന് അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് പറയട്ടെ അവിടെ ഇറങ്ങിയിട്ട് ഒരു പരാതിയായിട്ട് ഒരു സാധാരണക്കാരന് അയാളൊന്ന് കാണാൻ പറ്റിക്കണോ? എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. ഒരു മന്ത്രി വന്നിരിക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.